ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ ചെനക്കത്തൂർ പൂരാണ്. അപ്പൊ രാവിലെ തന്നെ ഇതാ നീറ്റ് സച്ചുന് എക്സാം ആയതുകൊണ്ട് അവളി ഇന്ന് പഠിക്കും. 15-ാം തീയതി എക്സാം ആണ്. ഞാന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അമ്മ ഇതാ രാവിലെ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു വീടും കൂടി ഉണ്ട് മാഞ്ഞൂര്. അവിടെ അമ്മായിയാണ് ഇപ്പൊ ഉള്ളത്. അമ്മായിയും വരുന്നുണ്ട്. അമ്മ രാവിലെ തന്നെ ചോറും കറികളും രാവിലത്തെ പുട്ടാണ്, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിക്കുന്നുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ വരട്ടിയതാണ്. പിന്നെ ഇതാ നല്ല സാമ്പാർ, നല്ല മണം വരുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി, പുട്ടും ചിക്കൻ കറിയാണ്. പിന്നെ ഇതാ നല്ല അച്ചാർ, നല്ല മാങ്ങച്ചാർ ഇട്ടുണ്ട്. പിന്നെ ഇതാ പയറുപ്പേരിയും കൂടി ഉണ്ട്. ഞാൻ അമ്മ പപ്പടം കൂടിയേ കാച്ചാനുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിക്കുന്നുണ്ട്. സച്ച് പറയുകയാണ് ഇതെന്താ ചേച്ചിയുടെ വ്ളോഗ് അവളെ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പൊ ആ പരാതി തീർക്കാണ്. ഈ കുട്ടി കാണുന്ന പോലെ നല്ല ടേസ്റ്റ്. പുട്ടും ചിക്കൻ കറി, പുട്ടും ചിക്കൻ കറിയും. മീൻകറി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. എനിക്ക് അമ്മയ്ക്ക് പുട്ടും മീൻകറി ഇഷ്ടം. നമ്മൾ അളിയനെ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ വരും, പുറത്ത് വരയ്ക്കാൻ. രാവിലെ പല്ലേക്കാതെ കറങ്ങാൻ പോയതാ അളിയൻ നിക്കണത്. ഹായ്, ഞങ്ങളുടെ മായൂർ വീട് ഞങ്ങൾ കാണിച്ചുതരാം. അടുത്ത മാസം അവിടെ പൂരണ്ട്. അപ്പോൾ എല്ലാ അമ്മായിമാരും വരും. അപ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം വീടൊക്കെ, അല്ലേ അമ്മ? അതെ അതെ, നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താം. തൃശ്ശൂർ മാഞ്ഞൂരാണ് വീട്. ഞാൻ റെഡിയായി. ഈ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണം. കുപ്പിവെള്ളം കിട്ടും. ഇത് ഞങ്ങളുടെ 19 ടീമാണ്. അവർ രാവിലെ തന്നെ വന്ന് ഞങ്ങൾക്ക് പൂരം വൈബൊക്കെ തന്നിട്ടാണ് പോയത്. അടിപൊളിയായിരുന്നു. എങ്ങനെ വന്ന് കളിച്ച് നമ്മള് എങ്ങനെ കൊട്ടിയത്? ഇത് വേണ്ട, എങ്ങനെ കൊട്ടി കാണിച്ചെടുത്താ? എന്റെ ഹെയർ ആർട്ടിസ്റ്റാ. എന്ത് അങ്ങനെ നമ്മുടെ കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ സംസാരിക്കലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. കസിൻസ് കൂടി ഫുൾ സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡിന് ബിരിയാണി അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അമ്മ ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മായി. പൂരത്തിന്റെ ഫുഡ് അടിപൊളി തുടങ്ങിയിട്ടാ. എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക. നല്ല ബിരിയാണിയും പപ്പടവും അച്ചാറൊക്കെ ഉണ്ട്. കിട്ടില്ല ഫുഡാണ്. എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക. ഇഷാനിക്കൊക്കെ അടിച്ചു പിന്നെയാണ്. ഇഷാനിക്ക് അടിച്ചു പിന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളെല്ലാരും പൂരത്തിന് പോകാൻ റെഡിയായി. ഞങ്ങൾ പൂരത്തിന് പോയത്. ഞങ്ങൾക്ക് ഇവിടുന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. എല്ലാം ഒരു മാക്സിമം ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നത് എല്ലാം കാണാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ കുതിരേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിസ്സായി, അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിക്കണ്ണൻ കുതിരയെ കണ്ടതും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ
ഇതെന്താ ഉണ്ടായി വെച്ച കാറ്റ് കാരണം, നല്ല കാറ്റുണ്ടായിരുന്നു, മഴക്കോളും എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം പൂക്കാവടി വീണു. അപ്പോൾ അതൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായി അവിടെ. അത് പിന്നെ എല്ലാവരും എടുത്തുകൊണ്ട് അത്. ഇത് ആന വന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ തൊഴുകണാണ്. ആന ഉണ്ടായിരുന്നു, വിയറ്റ്നാം ദേശത്തെ ആനയുന്നതൊക്കെ. ഞങ്ങൾ കാവിൽ പോയിട്ട് പൂരം കാണാമെന്നായിരുന്നു. പക്ഷേ കാവിലേക്ക് പോകണമെങ്കിൽ നേരത്തെ പോകണം, അല്ലെങ്കിൽ അവിടെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാലെടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ പിടിക്കാൻ വിചാരിച്ചു. ഓട്ടോ പിടിക്കാൻ വിചാരിച്ചപ്പോൾ പകുതി വെച്ച് ഓട്ടോനൊക്കെ തിരിച്ചു വിടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടിരുന്നു. എന്താ വെച്ചാൽ നല്ല മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇശ്വനെ കണ്ടുമുട്ടി. ഇശ്വനെ ഈശോയുടെ ഇപ്പപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൂരം കാണാൻ. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോവാണ്. ഇനി രാത്രിയാണ് കറങ്ങാൻ പോകുള്ളൂ അല്ലേ? വീട്ടിലേക്ക് പോവാ പറയും. പൂരം കഴിഞ്ഞു. എങ്ങനെ പൂരത്തിന് ചാടുക, ഡാൻസ് കളിക്കുക? ഡിയോ ഡിയോ ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾക്ക് നൈറ്റ് പോകണമെന്നുണ്ടായിരുന്നു പൂരത്തിന്. പക്ഷേ മഴ പെയ്യ കാരണം കാവിലേക്ക് ഫുൾ തിരക്കും ഒക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും പോവാണ് അങ്ങനെ പവനായി ശവമായി പൂരവും കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടിക്ക് വന്ന് കാണാം. നെക്സ്റ്റ് ഞങ്ങൾ ടൂറും ഉണ്ട് അല്ലേ? ടൂറുണ്ട്. അപ്പൊ നെക്സ്റ്റ് വെക്കേഷൻ ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്. ടയേർഡായി കുട്ടിയത്. അങ്ങനെ അവർ എല്ലാവരും പോയി. നല്ല രസമായിരുന്നു പൂരം ഡേ. പൂരം നമുക്ക് നേരെ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും അടിപൊളിയായി കസിൻസിൻ്റെ ഒക്കെ ഒപ്പം. ഇഷാനിയും ഇവിനൊക്കെ സൺറൂഫിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ചാച്ചക്ക് കാട്ടി.